ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 219 വാല്യം 5 ആഷ്കലോണിൽ പഠിപ്പിക്കുന്നു. ഈശോ നിർദ്ദേശിച്ചതനുസരിച്ച് ചെറു ഗ്രൂപ്പുകളായി അപ്പസ്തോലന്മാർ നഗര കവാടത്തിൽ ക്രമേണ വന്നു ചേരുന്നു. ഗുരു വന്നിട്ടില്ല. എന്നാൽ താമസിയാതെ ഒരിടവഴിയിലൂടെ നടന്ന് ഈശോ വന്നു ചേർന്നു. ഗുരുവിന് ഇന്ന് നല്ല ഭാഗ്യമുണ്ടായെന്ന് തോന്നുന്നു. നോക്കിക്കേ, എന്തു പുഞ്ചിരിയാണെന്ന് മാത്യു പറയുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ അവർ റോഡിലേക്കിറങ്ങി വീണ്ടും നടന്നു തുടങ്ങി. റോഡിന് ഇരുവശങ്ങളിലും പച്ചക്കറിത്തോട്ടങ്ങൾ. ഈശോ അവരോട് ചോദിക്കുന്നു, ഇന്ന് എങ്ങനെയിരുന്നു കാര്യങ്ങൾ? നിങ്ങൾ എന്ത് ചെയ്തു? വളരെ മോശമായി, ബർത്തലോമിയോയും കറിയോത്തുകാരനും ഒരുമിച്ച് പറയുന്നു. എന്താ സംഭവിച്ചത്? അവർ ഞങ്ങളെ കല്ലെറിഞ്ഞില്ലെന്നേയുള്ളൂ. ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടേണ്ടതായി വന്നു. ഈ കിരാതന്മാരുടെ അടുത്ത് നിന്ന് നമുക്ക് ദൂരെ പോകാം. ജനങ്ങൾ നമ്മെ സ്നേഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി ഞാനിവിടെ പ്രസംഗിക്കുകയില്ല. വാസ്തവത്തിൽ പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പിന്നീട് എന്നെ തന്നെ ഞാൻ ബോധ്യപ്പെടുത്തിയാണ് പുറപ്പെട്ടത്. നീ എന്നെ തടഞ്ഞുമില്ല. സംഗതികൾ എങ്ങനെയാണെന്ന് നിനക്കറിയാം താനും. കറിയോത്തുകാരന് ദേഷ്യം. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഞാൻ, മാത്യു, ജെയിംസ്, ആൻഡ്രൂ എന്നിവരുമൊത്താണ് പോയത്. ഞങ്ങൾ കച്ചേരി മൈതാനത്തിലേക്ക് പോയി. കാരണം അവിടെ കൂടുന്നവർ സാധാരണക്കാരേക്കാൾ മഹിമയുള്ളവരായിരിക്കും, പ്രസംഗം കേൾക്കാൻ സമയമുള്ളവരുമായിരിക്കും എന്ന് വിചാരിച്ചു. മാത്യു പ്രസംഗിക്കട്ടെ എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. കാരണം ഉദ്യോഗസ്ഥന്മാരോടും അവരോട് ഇടപെടുന്നവരോടും സംസാരിക്കാൻ മാത്യുവിന് എളുപ്പമായിരിക്കുമല്ലോ. അവർ തമ്മിൽ കലഹിക്കുന്ന 2 മനുഷ്യരോടാണ് ആദ്യം സംസാരിച്ചത്. ഒരു വയലിനെ കുറിച്ചുള്ള അവകാശ തർക്കം. വല്ലാതെ കുഴഞ്ഞ ഒരു കേസ്. നശിച്ചു പോകുന്നവയെക്കുറിച്ച് പരസ്പരം ദ്വേഷിപ്പിക്കരുത്. വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് ഇവ കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ലല്ലോ. നേരെ മറിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. തിന്മയായിട്ടുള്ള വികാരങ്ങളെ നിയന്ത്രിച്ച് നിത്യമായ നന്മ നേടുവാൻ ശ്രമിക്കുക. ഇങ്ങനെയെല്ലാമാണ് നീ പ്രസംഗിച്ചത്, ശരിയല്ലേ? പിന്നീട് 2-3 പേർ ഞങ്ങളെ സമീപിച്ചപ്പോൾ അവൻ പറഞ്ഞു, ലോകത്തെ പഠിപ്പിക്കുന്ന സത്യത്തെ നിങ്ങൾ ശ്രവിക്കുവിൻ. എന്നാൽ ലോകത്തിൽ സമാധാനമുണ്ടാകും. ലോകത്തിൽ ദുരിതമുണ്ടാകുന്നത് നശിച്ചു പോകുന്ന കാര്യങ്ങളോട് അമിതമായ താല്പര്യമുള്ളതിനാലാണ്. ഭൂമി സർവ്വതും ആകുന്നില്ല, സ്വർഗവുമുണ്ട്. കരുണയുടെ സമയം വന്നിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ അവൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. എന്റെ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല എന്ന് ഒരു പാപിയും ദുഃഖിക്കേണ്ട. യഥാർത്ഥത്തിൽ അനുതാപമുള്ളവനോട് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുന്നു. അവൻ സ്നേഹിക്കപ്പെടുകയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുകയാണ്. ധാരാളം ആളുകൾ ചുറ്റും കൂടി താല്പര്യത്തോടെ അവനെ ശ്രവിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചിലർ ചോദ്യം ചോദിച്ച് മാത്യുവിനെ ബുദ്ധിമുട്ടിച്ചു. പ്രസംഗത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ ഇടയ്ക്ക് മറുപടി പറയാറില്ല. ഞാൻ പ്രസംഗം നിർത്തി കഴിയുമ്പോൾ ആർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരം നൽകും. നമ്മൾ പറയുന്നത് മൗനമായിരുന്നു കേട്ട് അവർ മനസ്സിലാക്കട്ടെ. എന്നാൽ മാത്യു ഉടനെ തന്നെ മറുപടി പറയാൻ തുടങ്ങി. അപ്പോൾ അവർ ഞങ്ങളോടും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എന്നാൽ ചിലർ ആക്ഷേപിച്ചു സംസാരിച്ചു, ഇതാ വേറൊരു ഭ്രാന്തൻ, അവൻ ഇസ്രായേൽ ഗുഹയിൽ നിന്ന് വരുന്നവനാണ്. ഈ യൂതന്മാർ കളകൾ പോലെ എല്ലായിടത്തും പടർന്നു പിടിക്കുന്ന ജാതിയാ. ബുദ്ധികെട്ട വർത്തമാനം അന്തമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവം അവരുടെ ചങ്ങാതിയാ. അവര് പറയുന്നത് കേൾക്കൂ. ദൈവം അവരുടെ വായത്തലയിലുണ്ട്, അവരുടെ മൂർച്ചയുള്ള നാവിലും. ശ്രവിക്കൂ, ശ്രദ്ധിക്കൂ. ഇപ്പോൾ ദൈവത്തിന്റെ മിശിഹായെക്കുറിച്ചാണ് ചർച്ച. പിച്ചു പറയുന്ന വേറൊരു ഭ്രാന്തൻ വീണ്ടും പണ്ടത്തെ പോലെ നമ്മെ ഉപദ്രവിക്കാൻ എത്തിയിരിക്കുകയാ. അവനെയും അവന്റെ വംശത്തെയും മഹാമാരി ഗ്രസിക്കട്ടെ. ഇത്രയും കേട്ടപ്പോൾ എനിക്ക് ആകെ ദേഷ്യം വന്നു. ഞാൻ മാത്യുവിനെ പിന്നിലേക്ക് വലിച്ചു. അവൻ പുഞ്ചിരിയോടെ സംസാരം തുടരാനുള്ള മട്ടാണ്. അവർ പറഞ്ഞത് ഒരു ബഹുമതി എന്ന പോലെ. പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ജെറമ്യായെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്. വടക്ക് നിന്ന് വെള്ളം ഉയർന്നു വന്ന് ഒരു വലിയ പ്രവാഹമായി കരകവിഞ്ഞൊഴുകുന്നത് എങ്ങനെയെന്ന് കാണുക. വെള്ളത്തിന്റെ ഇരമ്പൽ കേൾക്കുമ്പോൾ
നിങ്ങളുടെ ശക്തിയും അഹങ്കാരവും ചങ്കും കൈകളും വികാരങ്ങളും എല്ലാം തകരും. കാരണം ദുഷിച്ചവർഗമായ നിങ്ങൾക്ക് ദൈവം അയക്കുന്ന ശിക്ഷയ്ക്ക് വെള്ളച്ചാട്ടത്തിന്റെ അലർച്ചയായിരിക്കും. ഭൂമിയിലെ സൈന്യങ്ങളും ആകാശത്തിലെ യുദ്ധവീരന്മാരും നിങ്ങളുടെ ദുശാഠ്യത്തെ ശിക്ഷിക്കും. ദൈവജനത്തിന്റെ തലവന്മാരുടെ കൽപ്പന പ്രകാരം നിങ്ങൾ ആക്രമിക്കപ്പെടും. അങ്ങനെ നരകത്തിന്റെ വാതിലും പാപമാകുന്ന ദ്വീപിന്റെ അവശിഷ്ടവുമായി നിങ്ങൾ ഭൂമിയിൽ നിന്ന് വംശവിച്ഛേദനം ചെയ്യപ്പെടും. ഹെറോദേസ് നിങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം പുതുക്കി പണിതതിനാൽ നിങ്ങൾക്കിപ്പോൾ കുറെ ധാർഷ്ട്യമുണ്ട്. എന്നാൽ പൂർണ്ണ കഷണ്ടിയാകുന്നതുവരെ നിങ്ങളുടെ ശിരസ് മുണ്ഡനം ചെയ്യപ്പെടും. എല്ലാ തരത്തിലുമുള്ള ശിക്ഷകളും നിങ്ങളുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും താഴ്വരകളിലും സമതലങ്ങളിലും ഉണ്ടാകും. പ്രവചനം നിർജീവമായി പോയിട്ടില്ല. ഇങ്ങനെ തുടർന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ അവർ ഞങ്ങളുടെ മേൽ ചാടി വീണു. ദൈവാനുഗ്രഹത്താൽ അതിനടുത്തുകൂടെ കടന്നുപോയിരുന്ന ഒരു ഒട്ടക യാത്രാസംഘം നിമിത്തം കല്ലേറ് കൊള്ളാതെ രക്ഷപ്പെട്ടു. പറന്നു വന്ന കല്ലുകൾ ഒട്ടകങ്ങളുടെയും ഡ്രൈവർമാരുടെയും ശരീരത്തിലാണ് കൊണ്ടതും. അപ്പോൾ ആകെ ബഹളമായി. അതിനിടയിൽ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ അനങ്ങാതെ സമീപയുള്ള ഗ്രാമപ്രദേശത്ത് കഴിഞ്ഞു. ഞാൻ ഒരിക്കലും ഇനി ഈ സ്ഥലത്തേക്ക് വരികയില്ല. നീ എന്നോട് ക്ഷമിക്കണമേ. പക്ഷേ നീ അവർക്ക് വിഷമം വരുത്തി. അത് നിന്റെ കുറ്റമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർ ഞങ്ങളോട് വളരെ വിരോധം കാണിച്ച് ഓടിച്ചതെന്തുകൊണ്ടാണെന്ന്. നഥാനയേൽ ആവേശത്തോടെ പറയുന്നു. അയാൾ തുടർന്ന് പറയുന്നു, ഗുരുവേ, ഒന്ന് കേൾക്കൂ. ഞങ്ങൾ, അതായത് യോനയുടെ പുത്രൻ സൈമൺ, ഫിലിപ്പ്, ഞാൻ കടലിന്റെ തീരത്തുള്ള മാളികയുടെ ഭാഗത്തേക്കാണ് പോയത്. അവിടെ കപ്പൽ യാത്രക്കാരും കപ്പലുടമകളും കൂടെ ഗ്രീസിലേക്കും മറ്റു വിദൂര ലോകങ്ങളിലേക്കുമുള്ള ചരക്കുകൾ കയറ്റുന്നു. ജോലിക്കാർ സൂര്യനെയും പൊടിയെയും അവരുടെ ജോലിയെ തന്നെയും പ്രാകുകയാണ്. അവരുടെ ഫിലിസ്തീൻ വംശത്തെയും ശപിക്കുന്നു. കാരണം അവരെ കീഴ്പ്പെടുത്തിയവരുടെ അടിമകളായി മർദ്ദിക്കപ്പെടുന്നു. രാജാക്കന്മാരാകേണ്ടവർ അവർ പ്രവാചകന്മാരെയും ദേവാലയത്തെയും ഞങ്ങളെയും ശപിക്കുകയായി. എനിക്ക് സ്ഥലമിടണമെന്ന് തോന്നി. എന്നാൽ സൈമൺ സമ്മതിച്ചില്ല. സൈമൺ പറഞ്ഞു, പോകയല്ല വേണ്ടത്, ഈ പാപികളെ നമ്മൾ സമീപിക്കണം. ഗുരു അങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കും അങ്ങനെ ചെയ്യാം. എന്നാൽ നീ അവരോട് പ്രസംഗിക്കുക. ഫിലിപ്പും ഞാനും അങ്ങനെ പറഞ്ഞു. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ സൈമൺ പറയുകയാണ്, അപ്പോൾ ഞങ്ങൾ സഹായിക്കാം. ഞങ്ങൾ മറുപടി കൊടുത്തു. സൈമൺ പുഞ്ചിരി തൂകിക്കൊണ്ട് വിയർത്ത് ക്ഷീണിച്ച് ഒരു വലിയ കെട്ടിന്റെ മുകളിൽ ഇരിക്കുന്ന 2 പേരുടെ അടുത്തേക്ക് ചെന്നു. ആ കെട്ട് വലിച്ചു കയറ്റാൻ കഴിയാതെ അവർ വിഷമിച്ചിരിക്കുകയാണ്. ഇതിന് വലിയ ഭാരമാണല്ലോ, സൈമൺ പറഞ്ഞു. അതിന്റെ ഭാരക്കൂടുതലല്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോയതുകൊണ്ടാണ്. എന്നാലും ചരക്ക് മുഴുവൻ കയറ്റണം. അതാണ് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത്. കടൽ ശാന്തമായിരിക്കുമ്പോൾ യാത്ര തുടങ്ങണം. ഇന്ന് വൈകിട്ട് കടൽ ശോഭിക്കും. അപകടമുണ്ടാകാതിരിക്കണമെങ്കിൽ പാറകൾക്കപ്പുറം എത്തണം. കടലിൽ പാറകളോ? അതെ, അതാ അവിടെ. ആ പത കാണുന്നിടം ഒരു വല്ലാത്ത സ്ഥലമാണ്. ഒഴുക്കോ? ഏയ്, തീർച്ചയായും തെക്കൻ കാറ്റ് ആ മുനമ്പ് ചുറ്റിയടിക്കും. അവിടുത്തെ ഒഴുക്കിനെതിരെ വീശി കൂട്ടിയടിക്കും. നീ ഒരു കപ്പൽ യാത്രക്കാരനാണോ? ഒരു മീൻപിടുത്തക്കാരൻ, ശുദ്ധജലത്തിൽ മീൻ പിടിക്കുന്നവൻ. വെള്ളം എപ്പോഴും വെള്ളം തന്നെ, കാറ്റ് എപ്പോഴും കാറ്റ് തന്നെയും. എന്റെ മീൻപിടുത്തം ഒന്നിലധികം പ്രാവശ്യം ഞാൻ നിർത്തിവച്ചു. എന്റെ മത്സ്യം എല്ലാം പിടിച്ച വെള്ളത്തിലേക്ക് തന്നെ പോയി. ഞങ്ങളുടെ തൊഴിൽ നല്ലത്, എന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതാകും. മുഴുവൻ ചീത്തയായിട്ട് ഒരു സ്ഥലവുമില്ല. ആകെ ചീത്തയായി ഒരു വർഗവുമില്ല. അല്പം സന്മനസ്സുണ്ടെങ്കിൽ ഒരു ധാരണയിലെത്താൻ കഴിയും. നല്ല ആളുകൾ എല്ലായിടത്തും ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് കാണാറാകും. വരൂ, ഞാൻ ഒരു കൈ തരാം. പിന്നെ ഫിലിപ്പിനെ വിളിച്ചു പറഞ്ഞു, വരൂ, ഈ കെട്ടിന്റെ ആ മൂലയ്ക്ക് നീ പിടിക്കും, ഇവിടെ ഞാൻ പിടിക്കാം. മറ്റേ വശത്ത് അവൻ പിടിച്ചുകൊണ്ട് നമ്മെ നയിക്കും. ഇറക്കി വയ്ക്കുന്നതും കാണിച്ചു തരും. ഫിലിസ്തീയർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നീട് അവർ സമ്മതിച്ചു.
അങ്ങനെ വലിയ കെട്ടും പാലത്തിൽ വച്ചിരുന്ന മറ്റു ചരക്കുകളും എല്ലാവരും കൂടെ കപ്പലിൽ കയറ്റി. അത് കഴിഞ്ഞ് സൈമൺ കപ്പലിനെ സ്തുതിച്ച് പറയാൻ തുടങ്ങി. ഇങ്ങനെ സ്തുതിക്കാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. കടലിനെ സ്തുതിച്ചു പറഞ്ഞു, പട്ടണത്തിന്റെ മേന്മ വർണ്ണിച്ചു, പിന്നീട് കപ്പൽ, യാത്ര, വിദേശ പട്ടണങ്ങൾ എന്നിവയിലുള്ള താല്പര്യം കാണിച്ചു. ഇത്രയുമായപ്പോൾ ചുറ്റും ആൾക്കാർ വന്നുകൂടി അവനെ സ്തുതിക്കാനും നന്ദി പറയാനും തുടങ്ങി. ഒരാൾ ചോദിച്ചു, നീ എവിടുത്തുകാരനാ? നൈൽ നദീ പ്രദേശങ്ങളിൽ നിന്നാണോ? ഞാൻ ഗലീലിയ കടലിൽ നിന്നുള്ള ആളാ. എന്നാൽ ഞാൻ ഒരു കടുവയല്ലെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് ശരി, നീ ഒരു ജോലി അന്വേഷിച്ചു വന്നതാണോ? അതെ, നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ നിനക്കൊരു ജോലി തരാം. നീ സമർത്ഥനായ ഒരു പടവുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉടമ ഇങ്ങനെ പറയുന്നു. നേരെ മറിച്ച് നിന്നെ ഞാൻ ജോലിക്കെടുക്കാം. എന്നെയോ? എന്നാൽ നിനക്ക് ജോലി വേണമെന്ന് നീ പറഞ്ഞില്ലേ? അത് ശരിയാണ്. എന്റെ ജോലി ആളുകളെ ദൈവത്തിന്റെ മിശിഹായുടെ പക്കലേക്ക് കൊണ്ടുപോകലാണ്. അതിനാൽ നീ എനിക്ക് ജോലി തരികയാണ്. പക്ഷേ ഞാനൊരു ഫിലിസ്ത്യനാ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നിങ്ങൾ ഞങ്ങളെ വെറുക്കുന്നു. ഓർമ്മയെത്താത്ത കാലം മുതൽ നിങ്ങൾ ഞങ്ങളെ പീഡിപ്പിച്ചു. നിങ്ങളുടെ പ്രധാനികളെല്ലാം അതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്മാരോ? ഏയ്, എന്നാൽ ഇപ്പോൾ പ്രവാചകന്മാരും ശബ്ദിക്കുന്നില്ല. ഇപ്പോൾ വലിയ വിശുദ്ധനായ ഈശോ മാത്രമേയുള്ളൂ. അവൻ ശകാരിക്കയില്ല. സ്നേഹം നിറഞ്ഞ ശബ്ദത്തിൽ ആളുകളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ശപിക്കുകയില്ല, അനുഗ്രഹിക്കുകയാണ്. അവൻ ദൗർഭാഗ്യങ്ങൾക്ക് ഇടയാക്കുകയില്ല, അവയെ നീക്കിക്കളയുന്നു. അവൻ ആരെയും വെറുക്കുന്നില്ല, മറ്റുള്ളവരും ആരെയും വെറുക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മൾ ശത്രുക്കളെയും സ്നേഹിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. അവന്റെ രാജ്യത്തിൽ വിജയികളും തോൽവിക്കാരും, സ്വതന്ത്രരും അടിമകളും, സ്നേഹിതരും ശത്രുക്കളും എന്നിത്യാദി തരവ്യത്യാസങ്ങളൊന്നുമില്ല. മനുഷ്യദുഷ്ടതയുടെ ഫലങ്ങളായി മനോവേദന വരുത്തുന്ന ഒരു ചേരിതിരിവും ഉണ്ടായിരിക്കയില്ല. എല്ലാവരും അവന്റെ അനുയായികളായിരിക്കും. അതായത് സ്നേഹത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, ദുഃഖവും ഭാരവും വരുത്തി വയ്ക്കുന്ന എല്ലാറ്റിന്റെയും മേലുള്ള വിജയത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, ദയവായി എന്റെ വാക്കു വിശ്വസിച്ച് അവനെ അനുഗ്രഹിക്കൂ. പ്രവചനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. അവനെ സ്നേഹിക്കുന്നവർക്ക് പ്രവചനമെല്ലാം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. മനോഹരമായ നിങ്ങളുടെ പട്ടണം നോക്കൂ. ദൈവത്തിന്റെ ക്രിസ്തുവായ നമ്മുടെ കർത്താവ് ഈശോയെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ഈ പട്ടണം കൂടുതൽ മനോഹരമായിരിക്കുന്നത് സ്വർഗത്തിൽ നിങ്ങൾ കാണും. ഇങ്ങനെയൊക്കെയാണ് സൈമൺ പ്രസംഗിച്ചത്. വളരെ ലളിതമായി, എന്നാൽ നല്ല ചൈതന്യത്തോടെ അവൻ പ്രസംഗിച്ചു. അതെ, ബഹുമാനത്തോടു കൂടെ. പിന്നീട് കുറെ ആളുകൾ കൂവിക്കൊണ്ട് തെരുവിൽ നിന്ന് കയറി വന്ന അവരുടെ കയ്യിൽ വടികളും എടുത്തിരുന്നതായി കണ്ടു. അവർ ഞങ്ങളെ കണ്ടപ്പോൾ വിദേശികളാണെന്ന് മനസ്സിലാക്കി. ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഞങ്ങളും നിങ്ങളുടെ ജാതിയിൽപ്പെട്ടവരും യൂദാസിന്റെ രീതിക്കാരും ആണെന്ന് അവർ തീരുമാനിച്ചു. കപ്പൽ ജോലിക്കാർ ഞങ്ങളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും വിഷമത്തിൽ ഉൾപ്പെടുമായിരുന്നു. ഒരു രക്ഷാബോട്ട് അവർ പെട്ടെന്ന് കടലിൽ ഇറക്കി. അതിൽ ഞങ്ങളെ കടലിലൂടെ കുറെ ദൂരം കൊണ്ടുവന്നു സുരക്ഷിത സ്ഥലത്ത് ഇറക്കി വിട്ടു. സമയം ഉച്ചയായി. അവിടെ ധാരാളം പൂന്തോട്ടങ്ങൾ കണ്ടു. സമ്പന്നരായർക്കു വേണ്ടി പൂക്കൾ കൃഷി ചെയ്യുന്ന സ്ഥലം. അവിടുത്തെ ആൾക്കാരുടെ കൂടെ നടന്ന് ഞങ്ങൾ ഇങ്ങെത്തി. എങ്കിലും യൂദാസേ, നീ എല്ലാം നശിപ്പിച്ചല്ലോ. ഇങ്ങനെയാണോ ജനങ്ങളെ ശകാരിക്കുന്നത്? അത് സത്യമായിരുന്നു. എന്നാൽ സത്യം വിവേകപൂർവമാണ് പ്രയോഗിക്കേണ്ടത്. പത്രോസ് കള്ളമൊന്നും പറഞ്ഞില്ല. എന്നാൽ എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിയാമായിരുന്നു. നഥാനിയേൽ അടിച്ചുവിടുന്നു. ഓ, എന്റെ പ്രസംഗം തുടങ്ങി. ഗുരുവിന്റെ സ്ഥാനത്താണ് ഞാനെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോ എത്ര കാരുണ്യമാണ് കാണിക്കുന്നത്, അതനുകരിച്ചു ഞാനും. നിഷ്കളങ്കതയോടെ പത്രോസ് പറയുന്നു. ശക്തമായ നിലപാടുകളാണ് എനിക്കിഷ്ടം. അവ രാജകീയമാണ്. ഇത് തിരുത്താൻ 1 വർഷമായി ഗുരു ശ്രമിക്കുകയായിരുന്നു.
എന്നാൽ തിരുത്തലുകൾക്ക് നീ വഴിപ്പെടുകയില്ല. നീ ആഞ്ഞടിച്ച ആ ഫിലിസ്ത്യരെ പോലെ തന്നെ നീയും ദുശാഠ്യക്കാരനാണ്. തീക്ഷ്ണനായ സൈമൺ യൂദാസിനെ കുറ്റപ്പെടുത്തുന്നു. ഇതിനായിട്ട് എപ്പോഴാണ് അവൻ എന്നെ തിരുത്തിയത്? എന്തായാലും ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ വാക്കുകൾ തീക്ഷ്ണനെ ഞെട്ടിപ്പിക്കുന്നു. അയാൾ ഈശോയെ നോക്കുകയാണ്. ഈശോ ഒന്നും പറയുന്നില്ല. ഒരു പുഞ്ചിരിയാൽ തീക്ഷ്ണന് മറുപടി നൽകുന്നു. അതൊരു മതിയായ കാരണമൊന്നുമല്ല. അൽഫേയുസിന്റെ പുത്രൻ ജെയിംസ് ശാന്തമായി പറയുന്നു. മറ്റുള്ളവരെ തിരുത്തുന്നതിന് മുമ്പ് നമ്മളെ തന്നെ നമ്മൾ തിരുത്തേണ്ടതാണ്. ഗുരു ആദ്യം നമ്മുടെ ഗുരുവാണ്. നമ്മുടെ ചിന്താഗതികൾക്കും സ്വഭാവത്തിനും അവൻ മാറ്റം വരുത്തിയില്ലെങ്കിൽ അവൻ നമ്മുടെ ഗുരുവാകില്ല. ജ്ഞാനത്തിലാണവൻ നമ്മുടെ ഗുരുവായിരിക്കുന്നത്. അവനായിരുന്നു ഇപ്പോഴും അതെ. ജെയിംസ് ഗൗരവമായി പറയുന്നു. എന്തൊരു വിക്രമം! ശരി, അങ്ങനെ തന്നെ. എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മുടെ ഗുരുവാണ്. ജ്ഞാനത്തിൽ മാത്രമല്ല. അവന്റെ അധ്യാപനം നമ്മിലുള്ള സകലതിനെയും ബാധിക്കുന്നുണ്ട്. അവൻ പരിപൂർണനാണ്, നമ്മൾ അപൂർണരും. അതിനാൽ പൂർണ്ണരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ജെയിംസ് അനുഭാവത്തോടെ ഉപദേശിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ശപിക്കപ്പെട്ട ആ വർഗത്തിന്റെ തെറ്റാണ് എല്ലാം ദുഷ്ടന്മാർ. ഇല്ല, നിനക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, തോമസ് ഉറക്കെ പറയുന്നു. ഏറ്റവും താഴ്ന്ന വർഗക്കാരോടാണ് ജോൺ സംസാരിച്ചത്. മീൻ വിൽക്കാൻ ചന്തയിലേക്ക് പോയിരുന്ന മുക്കുവരോട്. ഈ നനവുള്ള ചാക്ക് കണ്ടോ? അത് നിറയെ ഒന്നാന്തരം മത്സ്യമാണ്. ഞങ്ങൾക്കിവ തരാനായി അവരുടെ ലാഭം വേണ്ടെന്ന് വച്ചു. രാവിലെ പിടിച്ച മീൻ സന്ധ്യയാകുമ്പോഴേക്ക് നല്ലതായിരിക്കുമോ എന്ന് സംശയിച്ച് അവർ വീണ്ടും കടലിലേക്ക് പോയി. ഞങ്ങളും കൂടെ പോകണമെന്ന് അവർ ആഗ്രഹിച്ചു. ഗലീലിയ കടലിലാണ് ഞങ്ങളെന്ന് ഞങ്ങൾ ഓർത്തുപോയി. ബോട്ട് നിറയെ താല്പര്യമുള്ള മുഖങ്ങളും. എന്നാൽ ജോൺ അതിൽ കവിഞ്ഞ ഓർമ്മയാണ് ഉളവാക്കിയത്. അവൻ വേറൊരു ഈശോ തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. തേൻ പോലെ മധുരമായ വാക്കുകളാണ് അവന്റെ അധരങ്ങളിൽ നിന്ന് ഒഴുക്കിയത്. അവൻ വേറൊരു ഈശോയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവന്റെ മുഖം മറ്റൊരു സൂര്യനെ പോലെ പ്രകാശിച്ചു. ഗുരുവേ, അവന് നിന്നോട് ഇത്രയധികം സാധർമ്യമുണ്ടായിരുന്നു. എന്നെ അത് ആഴമായി സ്പർശിച്ചു. ഞങ്ങൾ 3 മണിക്കൂറോളം കടലിലായിരുന്നു. വലയിൽ മീൻ കയറാൻ കാത്തിരുന്ന ആ 3 മണിക്കൂറുകളും സന്തോഷം തിങ്ങി നിറഞ്ഞവയായിരുന്നു. ആളുകൾക്കെല്ലാം നിന്നെ കാണണമെന്നാഗ്രഹം. എന്നാൽ ജോൺ പറഞ്ഞത് കഫർനാമിൽ വച്ച് കാണാമെന്നാണ്. നിങ്ങളുടെ ഗ്രാമത്തിലെ മൈതാനത്ത് ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത്ര മാധുര്യത്തോടെയാണ് ജോൺ പറഞ്ഞത്. ആളുകൾ അത് ശ്രദ്ധിച്ചു കേട്ടു. പ്രത്യേകം ഓർമ്മയിൽ വച്ച് വരുമെന്ന് വാക്ക് തരികയും ചെയ്തു. ഞങ്ങൾക്ക് ധാരാളം മത്സ്യം തന്നു. അത്രയും വേണ്ട എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ടതായി വരത്തക്ക വിധം അത്രയ്ക്ക് ഔദാര്യം അവർ കാണിച്ചു. ഏറ്റവും നല്ല മത്സ്യമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. നമുക്ക് പോയി അവ പാകം ചെയ്യാം. ഇന്നലത്തെ ഉപവാസത്തിന്റെ കേട് തീർത്ത് ഒരു വിരുന്ന് തന്നെ ഒരുക്കി ഇന്ന് കഴിക്കാം. എന്നാൽ നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞത്? അസ്വസ്ഥനായ കറിയോത്തുകാരൻ ചോദിക്കുന്നു. പ്രത്യേകമൊന്നും പറഞ്ഞില്ല. ഈശോയെക്കുറിച്ച് അവരോട് സംസാരിച്ചു, ജോൺ മറുപടി പറഞ്ഞു. അവനെക്കുറിച്ച് പറയാൻ നിനക്കുള്ള കഴിവ് അപാരം. ജോണും പ്രവാചകന്മാരെ ഉദ്ധരിച്ചു. എന്നാൽ അവന് ആളുകളെ പരിപൂർണമായി സ്വാധീനിക്കാൻ കഴിഞ്ഞു. കീഴ്മേൽ മറിച്ചോ? കറിയോത്തുകാരന് വാക്കുമുട്ടിയെങ്കിലും ചോദിക്കുന്നു. അതെ, നീ പ്രവാചകന്മാരുടെ കാർക്കശ്യം എടുത്തു വിളമ്പി. അവൻ അവരുടെ മാധുര്യം പകർന്നു കൊടുത്തു. കാരണം അവരുടെ കാർക്കശ്യം യഥാർത്ഥത്തിൽ സ്നേഹം നിമിത്തമുണ്ടാകുന്നതാണ്. ഭയപ്പെടുത്തുന്ന കാർക്കശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ ആയാലും കർത്താവിനോടുള്ള വിശ്വസ്തതയും ആത്മാക്കളോടുള്ള സ്നേഹവുമാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത്. നീ നിയമജ്ഞരുടെ ഇടയിൽ വളർന്നു വന്നതിനാൽ ഇതേക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടാകയില്ല. ഞാൻ വെറും സ്വർണ്ണപ്പണിക്കാരനാണെങ്കിലും ഇതെല്ലാം എനിക്കറിയാം. സ്വർണം തന്നെയും കൂടുതൽ ശോഭയുള്ളതാക്കാനായി ഉലയിൽ വച്ച് ചുറ്റികയ്ക്ക് അടിക്കുകയും ചെയ്യുന്നു. അത് വിരോധം കൊണ്ടല്ലല്ലോ, സ്നേഹം നിമിത്തമാണ്. അങ്ങനെയാണ് പ്രവാചകന്മാർ ആത്മാക്കളോട് വർത്തിച്ചിട്ടുള്ളത്.
ഞാൻ സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ടായിരിക്കാം എനിക്കിത് മനസ്സിലാകുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം ഹദ്രാക്കിനെയും ഡമാസ്കസിനെയും കുറിച്ച് സക്രിയ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തോമസ് ഉദ്ധരിച്ചു. പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇത് കണ്ട് ആഷ്കലോൺ ഭയചകിതയായി, ഗാസ വിറയൽ പൂണ്ടു. എക്രോണും അപ്രകാരം തന്നെ അവരുടെ നാശം മുന്നിൽ കണ്ടാണ് ഭയപ്പെട്ടത്. ഗാസയിലെ രാജാവും അപ്രത്യക്ഷനാകും. ഇതെല്ലാം തോമസ് വ്യാഖ്യാനിച്ചു. ഇതെല്ലാം സംഭവിച്ചത് മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ചതിനാലാണ്. മിശിഹായുടെ വരവിനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ സ്നേഹവും കാരുണ്യവുമാണ്. തങ്ങളുടെ രാജ്യങ്ങൾക്ക് ലഭിക്കണമെന്ന് ഭൂമിയിലെ മക്കൾ ആഗ്രഹിക്കുന്ന പോലെ ദരിദ്രമായ രാജകുടുംബത്തിൽ നിന്നായിരിക്കും അവൻ ജനിക്കുക. അവന്റെ പ്രബോധനങ്ങൾ അനുസരിക്കുന്നവർ സ്വർഗത്തിൽ നിത്യമായ രാജ്യത്വം നേടി വിജയിക്കും. പറയുമ്പോൾ ഇത് നിസ്സാരമെന്ന് തോന്നും. എന്നാൽ അത് കേൾക്കുന്നതോ ദൈവദൂതന്മാർ ഉന്നതങ്ങളിലേക്ക് എന്നെ ആവഹിച്ചതുപോലെയും എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ നിനക്ക് കുറുവടി സമ്മാനിച്ച പ്രവാചകന്മാർ ഞങ്ങൾക്ക് മേൽത്തരം മത്സ്യമാണ് നൽകിയത്. യൂദാസിന് അസ്വസ്ഥത, ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ കാര്യം എങ്ങനെയായി? ഈശോ തന്റെ സഹോദരന്മാരോടും കസിൻസ് തീഷ്ണനോടും ചോദിക്കുന്നു. ഞങ്ങൾ കപ്പൽ നിർമ്മാണ സ്ഥലത്തേക്കാണ് പോയത്. കപ്പലിന്റെ കേടുപാടുകൾ നീക്കാൻ പണിയെടുക്കുന്ന ധാരാളം ആളുകൾ അവിടെയുണ്ടല്ലോ. ദരിദ്രരുടെ ഇടയിലേക്ക് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ തങ്ങളുടെ കപ്പലുകൾ പണിയുന്നത് അന്വേഷിക്കാൻ വന്ന ധനികരായ ഫിലിസ്ത്യരും അവിടെയുണ്ടായിരുന്നു. ആരാണ് സംസാരിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതിനാൽ കൊച്ചുകുട്ടികൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾ നറുക്കിട്ടു. യൂദാസ് 7 വിരലുകളും സൈമൺ 2 വിരലുകളും ഞാൻ 4 വിരലുകളും ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ യൂദാസിനാണ് നറുക്ക് വീണത്. അവൻ പ്രസംഗിക്കുകയും ചെയ്തു. അൽഫയൂസിന്റെ പുത്രൻ ജെയിംസ് പറയുന്നു: നീ എന്താണ് പറഞ്ഞത്? എല്ലാവരും കൂടെ ചോദിക്കുന്നു. ഞാൻ എന്താണെന്നുള്ളത് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു. അവരെ പോലെ തന്നെയുള്ള ഒരു തീർത്ഥാടകൻ, അവരെ സഹോദരന്മാരായി കരുതുന്ന ഒരുവൻ. എല്ലാവരുടെയും ആരംഭവും അന്ത്യവും ഒന്നു തന്നെ. അത്ര സാധാരണമല്ലെങ്കിലും പ്രതീക്ഷയും ഒന്നു തന്നെ. അതായത് സ്നേഹത്താൽ എല്ലാവരെയും പിതാവിന്റെ ഭവനത്തിലേക്ക് ആനയിച്ച സഹോദരന്മാർ എന്ന് എന്നേക്കും സ്വർഗീയ ആനന്ദത്തോടെ വിളിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ. പിന്നീട് ഞാൻ പറഞ്ഞു, പ്രവാചകനായ സെഫാനിയ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: തീരദേശങ്ങൾ ഇടയന്മാരുടെ പേർക്കുള്ള സ്ഥലമായി തീരും. അജഗണങ്ങളെ അവർ അവിടെ മേയ്ക്കും. ആഷ്കലോണിലെ ഭവനങ്ങളിൽ അവർ രാത്രി വിശ്രമം കഴിക്കും. ഇതിലെ ആശയങ്ങൾ വിശദീകരിച്ച് ഞാൻ ഇങ്ങനെയും പറഞ്ഞു: ഏറ്റവും ഉന്നതനായ അജപാലകൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. അവന്റെ ആയുധം സ്നേഹമാണ്, അമ്പുകളല്ല. നിങ്ങളുടെ നേർക്ക് കൈകൾ നീട്ടി അവൻ മെച്ചപ്പെട്ട മേച്ചിൽ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്നു. മനുഷ്യരുടെ ഭൂതകാല ചെയ്തികളെ നോക്കൂ. അവൻ സഹതപിക്കുകയാണ് ചെയ്യുന്നത്. വിദ്വേഷ നിമിത്തം തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും എത്രയധികം ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ രാജ്യം പരിശുദ്ധരായ ഇടയന്മാരുടെ നാടായി തീരും. അത്യുന്നത അജപാലകന്റെ ഭൃത്യരായ ഇവർക്ക് ഏറ്റവും നല്ല അജഗണങ്ങളെയും മേച്ചിൽപ്പുറങ്ങളെയും ഇവിടെ ലഭിക്കുമെന്ന് നല്ല ഉറപ്പാണ്. അവശത കൂടി വരുന്ന വാർദ്ധക്യകാലത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെയും ഓർത്ത് അവർക്ക് വിശ്രമിക്കാൻ കഴിയും. കാരണം കർത്താവായ ഈശോയായിരിക്കും നിങ്ങളുടെ ഗുരു. അവർക്ക് പറഞ്ഞതെല്ലാം മനസ്സിലായി. അവർ എന്നോട്, അല്ല ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു. സൈമൺ അയാളുടെ രോഗശാന്തിയെക്കുറിച്ച് സംസാരിച്ചു. നിനക്ക് ദരിദ്രരോടുള്ള സ്നേഹത്തെക്കുറിച്ച് എന്റെ സഹോദരൻ സംസാരിച്ചു. അതിന്റെ തെളിവാണ് ഈ തടിച്ച പണസഞ്ചി. നമ്മൾ വഴിയിൽ കണ്ടുമുട്ടുന്ന ദരിദ്രർക്ക് വേണ്ടിയാണ് ഈ പണം. പ്രവാചകന്മാർ ഞങ്ങൾക്കും ഒരു ഉപദ്രവവും ചെയ്തില്ല. യൂദാസ് കറിയോത്തുകാരൻ ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല. ഈശോ ആശ്വാസം നൽകാനായി പറയുന്നു: കൊള്ളാം, യൂദാസ് അടുത്ത പ്രാവശ്യം കൂടുതൽ നന്നായി ചെയ്യും. താൻ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിച്ചാണ് ഇപ്രാവശ്യം അയാൾ ചെയ്തത്.
നല്ല ലക്ഷ്യം വച്ച് ചെയ്തതിനാൽ അവൻ പാപം ചെയ്തിട്ടില്ല. അവനോടും മറ്റുള്ളവരോടെന്ന പോലെ എനിക്ക് തൃപ്തിയാണ്. ഒരപ്പസ്തോലനാകുന്നത് എളുപ്പമുള്ള കാര്യമല്ല, എന്നാലും പഠിക്കാൻ കഴിയും. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് കുണ്ഠിതമുള്ളൂ, അതായത് നിങ്ങളെ സ്വല്പം മുമ്പേ കാണാനും ഈ പണം സ്വീകരിക്കാനും കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. കാരണം വളരെ അരിഷ്ടതയിലായിരിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കേണ്ട അവസരം വന്നു. നമുക്കെന്നാൽ തിരിച്ചു പോകാം, സമയം വൈകിയിട്ടൊന്നുമില്ല. എന്നാൽ ഗുരുവേ, ക്ഷമിക്കണമേ, നീ എങ്ങനെ അവരെ കാണാനിടയായി? നീ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ലേ? നീ ഒരു സ്ഥലത്തും പ്രസംഗിച്ചില്ലേ? ഞാനോ? ഞാൻ നടന്നു. എന്റെ മൗനത്തിലൂടെ ഒരു വേശ്യയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു: നിന്റെ പാപകരമായ ജീവിതം ഉപേക്ഷിക്കുക. ഒരു ബാലനെ ഞാൻ കണ്ടു, ഒരു കൊച്ചു കള്ളൻ. അവനോട് ഞാൻ പ്രസംഗിച്ചു. ഞങ്ങൾ സമ്മാനങ്ങൾ കൈമാറി. സലോമി എന്റെ അങ്കിയിൽ പിടിപ്പിച്ചിരുന്ന ഒരു കൊളുത്ത് ഞാൻ അവന് കൊടുത്തു. അവന്റെ കരവേലയായ ഇത് എനിക്ക് അവൻ തന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കോമാളി പാവക്കുട്ടനെ കീശയിൽ നിന്നെടുത്ത് കാണിച്ചു. എല്ലാവരും അത് കണ്ട് ചിരിക്കുന്നു. പിന്നീട് മനോഹരങ്ങളായ പരവതാനികൾ നെയ്തെടുക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയി. ഈജിപ്തിലും മറ്റു സ്ഥലങ്ങളിലും വിൽക്കാനായി ആഷ്കലോണിലെ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നവയാണത്. പിന്നെ അപ്പനില്ലാത്ത ഒരു ചെറിയ പെൺകുട്ടിയെ ഞാൻ ആശ്വസിപ്പിച്ചു. അവളുടെ അമ്മയ്ക്ക് രോഗശാന്തി നൽകി. ഇത്രയുമേ ചെയ്തുള്ളൂ. എന്നിട്ട് ഇത് കുറവാണെന്നാണോ പറയുന്നത്? അതെ, കാരണം പണത്തിന്റെ അല്പം ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ എന്റെ പക്കൽ ഒന്നുമില്ലാതെ പോയി. എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. ഞങ്ങൾ ആർക്കും ബുദ്ധിമുട്ട് വരുത്തിയില്ല, തോമസ് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ മത്സ്യത്തിന്റെ കാര്യം എങ്ങനെ? തമാശയായി സെബെദീപുത്രൻ ജെയിംസ് ചോദിക്കുന്നു. മത്സ്യമോ? ഭ്രഷ്ട് സമ്പാദിച്ച നിങ്ങൾ നമുക്ക് ആതിഥ്യം നൽകിയ വൃദ്ധന്റെ വീട്ടിലേക്ക് ചെന്ന് പാകം ചെയ്യാൻ തുടങ്ങിക്കോ. ഞങ്ങൾ പട്ടണത്തിലേക്ക് പോകട്ടെ? ശരി, എന്നാൽ ഞാൻ ദൂരെ നിന്ന് ആ വീട് കാണിച്ചു തരാം. അവിടെ ധാരാളം ആളുകൾ കാണും. ഞാൻ വരുന്നില്ല, കാരണം അവർ എന്നെ അവിടെ താമസിക്കാൻ നിർബന്ധിക്കും. നമ്മുടെ ആതിഥേയന്റെ ക്ഷണം നിരാകരിച്ച് അയാളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മര്യാദയില്ലാത്ത പെരുമാറ്റം ഉപവിക്ക് വിരുദ്ധമായ തിന്മയാണ്. കറിയോത്തുകാരൻ തല കുറെ കൂടി താഴ്ത്തിയിരിക്കുന്നു. അയാൾക്ക് വയലറ്റ് നിറവും വന്നു. എത്രയധികം പ്രാവശ്യം ഇതുപോലെ വർത്തിച്ചിട്ടുണ്ടെന്നുള്ള ചിന്തയാണ് നിറമാറ്റത്തിന് കാരണം. ഈശോ തുടർന്ന് പറയുന്നു, നിങ്ങൾ ആ വീട്ടിലേക്ക് ചെന്ന് ആ ചെറിയ പെൺകുട്ടിയെ അന്വേഷിക്കണം. ഒരു പെൺകുട്ടി മാത്രമേ അവിടെയുള്ളൂ. അതിനാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഈ പണസഞ്ചി അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ പറയണം: നീ വിശ്വസിച്ചതിനാൽ ദൈവം നിനക്കായി അയച്ചിരിക്കുന്നതാണിത്. അത് നിനക്കും നിന്റെ മമ്മിക്കും നിന്റെ അനുജന്മാർക്കും വേണ്ടിയുള്ളതാണ്. വേറൊന്നും പറയണ്ട. എന്നിട്ട് വേഗം തന്നെ തിരിച്ചു വരണം. നമുക്ക് പോകാം. ഈശോ ജോൺ, തോമസ്, ഈശോയുടെ സഹോദരന്മാർ എന്നിവരോട് കൂടെ പട്ടണത്തിലേക്കും മറ്റുള്ളവർ അവർക്ക് ആതിഥ്യം നൽകിയ ഫിലിസ്തീനായ പച്ചക്കറിത്തോട്ടം ഉടമയുടെ വീട്ടിലേക്കും പോകുന്നു.